ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സർ, ഞാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തി എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, അതിലെന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്നും അവരെൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇനി അതല്ല, നിങ്ങൾ പ്രണയിച്ചിരുന്ന വ്യക്തികളാണ്, പക്ഷേ ഇപ്പോൾ പിരിഞ്ഞു പോയി, ഇനി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്ന് പഴയ രൂപത്തിൽ തന്നെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും നമ്മുടെ ചിന്തയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവാൻ ആവശ്യമായിട്ടുള്ള തിങ്കിങ് പാറ്റേൺസ്, തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത്തരത്തിലുള്ള തോട്ട്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അത്തരത്തിലുള്ള തോട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പല റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആവുന്നതും ഒരുപാട് നാൾ നീണ്ടു നിൽക്കാത്തതും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിട്ടുപോയി, അത് പാച്ചപ്പ് ആക്കണം എങ്കിലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാം. 3 പവർഫുൾ ആയിട്ടുള്ള തോട്ട്സുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ തോട്ട്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കടത്തിവിടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ അത് ഓട്ടോമാറ്റിക്കലി വരും, നമ്മുടെ ലൈഫിൽ എന്നും അവർ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ തോട്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തോട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഷീസ് മൈൻ എന്നുള്ളതായിരിക്കാം. അവൾ എൻ്റേതാണ്. മലയാളവും ഇംഗ്ലീഷും ഞാൻ പറയാം. ഇംഗ്ലീഷിലാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യാം, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ. ഓക്കെ, ഇംഗ്ലീഷിൽ ഷീസ് മൈൻ, മലയാളത്തിലാണെങ്കിൽ അവൾ എൻ്റേതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അഫർമേഷൻ. ഇനി രണ്ടാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്, ഷീസ് ഓൾവേസ് വിത്ത് മീ എന്നുള്ളതാണ്. അവൾ എപ്പോഴും എൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പുരുഷനായതുകൊണ്ട് ഷീ എന്നുള്ളത് ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ഈ ഷീ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഹീ എന്നാക്കി മാറ്റിയാൽ മതി. ഓക്കെ, ഹീസ് മൈൻ അല്ലെങ്കിൽ ഹീസ് ഓൾവേസ് വിത്ത് മീ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്യാം. ചെറിയ രീതിയിലല്ല, അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ കാണുന്ന ഓഡിയൻസ് പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഐ എം സോ ഹാപ്പി, താങ്ക് യു എന്നുള്ളതാണ്. ഐ എം സോ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്, പിന്നെ താങ്ക് യു. ഓക്കെ, ഈ നന്ദി പറയുന്നത് നമ്മൾ ദൈവത്തിനാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്കാണ്. അത് എന്തുമാവാം കേട്ടോ, യൂണിവേഴ്സൽ പവർ ആവാം, ഗോഡ് ആവാം, എല്ലാം ഒന്ന് തന്നെയാണ്. ഓരോരുത്തരും ഓരോ റിലീജിയനിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം, പക്ഷേ എല്ലാം ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. ലാസ്റ്റ് ഞാൻ മൂന്നാമതായിട്ട് പറഞ്ഞത് ഐ എം സോ ഹാപ്പി എന്നുള്ളതാണ്. അതിൻ്റെ മലയാളം ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്നുള്ളതാണ്. അപ്പോൾ 3 അഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്താലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ എപ്പോഴും ഇത് പോവുക, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുകൂടി പറയാം. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത് രാത്രിയല്ല. പലപ്പോഴും ഫെയിലാവുന്നത് രാത്രി സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്ത് കിടക്കുമ്പോൾ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ നെഗറ്റീവ് ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ ചിന്തിച്ചിട്ടാണ് വീണ്ടും നമ്മൾ കിടക്കുക. അപ്പോൾ രാത്രി സമയങ്ങളിൽ അങ്ങനെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും എന്ന് തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ്. മോർണിംഗ് പിന്നെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഓരോ ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലുമായിട്ട് എൻഗേജ്ഡ് ആവുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും ഓവർ തിങ്കിങ് ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന അഫർമേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പോഴുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ 3 അഫർമേഷൻസ് നിങ്ങൾ പഠിച്ചതിന് ശേഷം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ്.
എത്ര ദിവസം പറയണം എന്ന് ആദ്യം പറയാം. 21 days എങ്കിലും മിനിമം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്തിരിക്കണം. എത്ര തവണ? ഓരോ അഫർമേഷൻസും നിങ്ങളൊരു 33 തവണ 33 തവണ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ രാവിലെ എണീക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഉണരാൻ പോവുകയാണെന്നുള്ളത് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് ഓപ്പൺ ചെയ്യണ്ട. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല, കണ്ണടച്ചുകൊണ്ട് തന്നെ വേറെ ആരും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിൽ പറയുക, അവൾ എൻ്റേതാണ്, അവൾ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഞാൻ വളരെ ഹാപ്പിയാണ്, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ആദ്യം എടുക്കുക, അവൾ എൻ്റേതാണ്. അത് തന്നെ 33 തവണ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് പോവുക, പിന്നെ മൂന്നാമത്തെ സെൻറ്റൻസ് പറയുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. 33 തവണ റിപ്പീറ്റ് ചെയ്യണം. 21 days ആണ് ടോട്ടൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇങ്ങനെയുള്ള പല ടെക്നിക്കുകളും യൂട്യൂബിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പല ചാനലുകളിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ടെക്നിക്കുകൾ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള റിസൾട്ടും കിട്ടുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മുകളിൽ കാണുന്ന നമ്പറിൽ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വിളിച്ച് പറയുക. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങൾ നൽകുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ കറക്റ്റ് അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ 3 ടൈപ്പ് ഓഫ് കോച്ചിങ് ഉണ്ട്. ലവ് മാസ്റ്ററി, റിലേഷൻഷിപ്പ് മാസ്റ്ററി, പവർ യോഗി എന്ന് പറയുന്ന 3 കാറ്റഗറിയിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്രശ്നം കേൾക്കുമ്പോഴാണ് നമുക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുക, ഏത് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളതല്ല, ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. അതിന് നമ്മൾ ക്യാഷോ കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. നിങ്ങൾക്ക് ഡേ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ അതിന് സൊല്യൂഷൻ പറഞ്ഞു തരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് കൂടുതൽ ഡേയ്സ് നിങ്ങൾക്ക് അഡ്വൈസ് ഒക്കെ തരേണ്ടതാണെങ്കിൽ ചെറിയൊരു ഫീസ് വരുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതുകൂടി ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം. വിളിച്ച് സംസാരിക്കുന്നതിനൊക്കെ സൗജന്യം തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ വേറൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് താല്പര്യക്കുറവുണ്ടാവുക. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് കോളിംഗ് ഇല്ല, മെസ്സേജിങ് ഇല്ല. ആദ്യമൊക്കെ 2 മണിക്കൂറും 3 മണിക്കൂറും സ്വാഭാവികമാണ്. പക്ഷേ എങ്കിലും സമയമുണ്ടായിട്ടും എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിട്ടും അവോയ്ഡ് ചെയ്യുന്ന ചില കേസുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള കേസുകൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സഹിക്കാൻ കഴിഞ്ഞോളന്നില്ല. ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഫുൾ ടൈം ഫ്രീ ആണ്, എന്നിട്ട് പോലും എന്നെ വിളിക്കുന്നില്ല, ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ആ ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി, ആ ഒരു കെമിസ്ട്രി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ എന്നും വിളിച്ച് സംസാരിക്കാനും നിങ്ങളോട് മെസ്സേജ് അയക്കാനും നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് അവരെ ആഗ്രഹിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ധാരാളം ടെക്നിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സിൻ്റെ പാക്കാണ് ലവ് മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 21 days പ്രോസസ്സാണ്. അതിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക. അത് കറക്റ്റായിട്ട് മോർണിംഗും അതുപോലെ തന്നെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം കൂടുതൽ കൂട്ടി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും വിളിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രമല്ല നമ്മുടെ സർവീസ്. അതുകൂടി പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും, അഥവാ കരിയറിൽ സക്സസ്ഫുൾ ആവാൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒന്ന് ഗ്രോ ആവണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക്, പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം സ്ട്രെസ്ഫുൾ ആവുന്ന ആളുകൾ, കറക്റ്റ് ഫോക്കസ് കിട്ടാത്ത ആളുകൾ, ടെൻഷൻ അടിക്കുന്ന ആളുകൾ, ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു
കടന്നു പോകുന്ന ആളുകൾ, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. ഐ മീൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഹ്യൂമൻ പ്രോബ്ലംസ്, ഐ മീൻ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഒരുപാട് നാളിങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിനും ഒക്കെ കാരണമായി തീരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് നമ്മൾ അപ്പോൾ തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആ ഒരു ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡി നമ്മളെപ്പോഴും കെയർ ചെയ്യുമല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് 1-2 ദിവസം കൊണ്ടൊന്നും മാറാത്ത പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മുകളിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കുക, ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ദൗത്യം, നമ്മുടെ സർവീസിൻ്റെ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറക്കാതെ വിളിക്കാം. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടോപ്പിക് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സൗജന്യമായിട്ട് അത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകൾ താഴെ കമൻറ്റ് ചെയ്യാം. അത് ഞാൻ വായിച്ചതിന് ശേഷം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എനിവേ നമുക്ക് പുതിയൊരു വീഡിയോയും പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.